ദൈവനാമത്തിന് മഹത്വം. ഈ പകൽക്കാലം ദൈവം എന്നെ ധൈര്യപ്പെടുത്തിയ, ഉറപ്പിച്ച ഒരു ദൈവവചനം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി യോശുവ 1:9 ഞാൻ വായിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഈ വചനത്തിന്റെ സാഹചര്യങ്ങൾ നമുക്കൊക്കെയും അറിയാവുന്നതാണ്. യോശുവ ഈ വചനം കേൾക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഒരു മാറ്റത്തിൻ്റെ സമയമായിരുന്നു. മോശ എന്ന ദൈവപുരുഷൻ അവരുടെ മുമ്പിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നയിച്ച ദൈവപുരുഷന്റെ മരണശേഷം ഈ ലക്ഷക്കണക്കിന് വരുന്ന ജനത്തെ, ഇസ്രായേൽ മക്കളെ മുമ്പിൽ നിന്ന് നയിക്കേണ്ട ഉത്തരവാദിത്തം യോശുവയുടെ മേലായി തീർന്നു. മനുഷ്യനായി നോക്കുമ്പോൾ അവൻ ഭയപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ദൈവം അവനോട് ആദ്യം പറഞ്ഞത് യുദ്ധതന്ത്രമോ പദ്ധതികളോ ഒന്നുമല്ല, ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നായിരുന്നു. ദൈവികമായ വചനം, ദൈവികമായ വാഗ്ദത്തം അവന് ലഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ ആള് മാറിയവനെ പോലെ ആയി തീരുവാനിടയായി. അവൻ്റെ ഭയം മാറുവാനായിട്ടിടയായി തീർന്നു. നമ്മളുടെയും ജീവിതത്തിൽ ഇതുപോലെയാണ്. ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, ഭ്രമിച്ചു പോകുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഉറയ്ക്കണം. അപ്പോൾ നമ്മുടെ ഭയവും ഭീരുത്വവും ഒക്കെ മാറിപ്പോകും. നമ്മൾ അസാധാരണ സംഭവങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരായി തീരും. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ പറ്റി ചിന്തിക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു അവർ. എന്നാൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ദൈവവചനത്തിൽ അവർ വിശ്വസിച്ചു, ദൈവവചനത്തിൽ അവർ വേരൂന്നി. അതുകൊണ്ടാണ് അവർക്ക് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീർന്നത്. ഇവിടെ യോശുവയ്ക്ക് ദൈവത്തിൽ നിന്നുള്ള ആ അഷ്വറൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ 10-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. എന്നാറെ യോശുവ ജനത്തിന്റെ പ്രമാണികളോട് കൽപ്പിച്ചത്, പാളയത്തിൽ കൂടി കടന്ന് ജനത്തോട് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാൻ അക്കരെ കടക്കേണ്ടതാകിയാൽ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കിക്കൊള്ളുവീൻ എന്ന് കൽപ്പിച്ചു. അവനിലേക്ക് ദൈവികമായ ശക്തി പ്രവഹിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ദൈവികമായ അഷ്വറൻസ് ലഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ ആളുമാറിയവനെ പോലെയായി. ഈ ജനലക്ഷങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുവാൻ, വാഗ്ദത്ത ദേശത്ത് അവരെ കൊണ്ടെത്തിക്കുവാൻ അവൻ പ്രാപ്തനായ ഒരു നേതാവായി തീരുവാനിടയായി തീർന്നു. ദൈവം അവനോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും, ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. നിന്റെ ഭാവി ദൈവത്തിൻ്റെ കൈകളിലാണുള്ളത്. ഭയം വിശ്വാസത്തിൻ്റെ ശത്രുവാണ്. ഭയപ്പെടുന്നവർ ആരും ദൈവരാജ്യത്തിൽ അവകാശമാക്കിയില്ല. ദൈവസന്നിധിയിൽ എപ്പോഴും നമ്മൾ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കണം. ബലവാനായ ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന കർത്താവിൽ നമ്മൾ ആശ്രയം വയ്ക്കുമ്പോൾ നമ്മുടെ ഭയവും ഭീരുത്വവും മാറുവാൻ, നമുക്ക് ശക്തി ലഭിപ്പാൻ ഇടയായി തീരും. ദാവീദ് ഫെലിസ്ത്യരുടെ കയ്യിൽ ട്രാപ്പായി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു രക്ഷയില്ല എന്ന് മനസ്സിലായ സന്ദർഭത്തിൽ, ഇനിയും ഈ ശത്രുവിൻ്റെ കയ്യാൽ എനിക്ക് മരണം ഉറപ്പായി എന്ന് ചിന്തിച്ചപ്പോൾ ദാവീദ് പറഞ്ഞ ഒരു വാക്യം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 56-ാം സങ്കീർത്തനം 3-ാം വാക്യം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും കർത്താവിൻ്റെ കരം നമ്മളിലേക്ക് കടന്നു വരുന്നു കഴിയുമ്പോഴേക്കും, ആ ശക്തി നമ്മളിൽ ലഭിച്ചു കഴിയുമ്പോഴേക്കും, മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന യഹോവ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അവൻ്റെ മന്ദിരമാണ് നമ്മൾ ഓരോരുത്തരും. അവൻ വസിക്കുന്ന മന്ദിരമാണ് നമ്മൾ ഓരോരുത്തരും. മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന യഹോവ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരം, നമ്മൾക്ക് ബലഹീനമായതിനെ ശക്തീകരിക്കുവാൻ കർത്താവിന് കഴിയും.
നമ്മുടെ തലയും ഒരു മുടി പോലും പൊഴിയണമെങ്കിൽ കർത്താവ് അറിയാതെ പറ്റുകയില്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവവചനത്തിൽ നമുക്ക് വേരൂന്നി ജീവിക്കുവാൻ ഇടയായി തീരട്ടെ. അവൻ്റെ വചനം നമ്മൾ രുചിച്ചറിയുന്നവരായി തീരണം. സങ്കീർത്തനം 46:1 ഇപ്രകാരം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. വല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി ഞങ്ങൾ കടന്നുപോയ കുറേ മാസങ്ങളുണ്ടായിരുന്നു. യുദ്ധഭീതിയാൽ ഒക്കെ കടന്നുപോയ കുറേ സാഹചര്യങ്ങളുണ്ടായിരുന്നു. വെളിയിലോട്ട് ഇറങ്ങുവാൻ പോലും ഭയപ്പെടുന്ന ചില ദിവസങ്ങളുണ്ടായിരുന്നു. ജോലിക്ക് പോകണം, എങ്ങനെ ആയിത്തീരുമെന്നോർത്ത് വാതിൽ തുറന്ന് എങ്ങനെ വെളിയിൽ ഇറങ്ങി പോകുമെന്നൊക്കെ ചിന്തിച്ച ചില സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ആ സമയത്ത് എൻ്റെ കർത്താവ് എനിക്ക് തന്ന വാക്യമാണ് ഇത്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. എൻ്റെ കർത്താവിൻ്റെ ആ ബലമുള്ള കരം എന്നോട് പിടിച്ചതുകൊണ്ട് ഓരോ നിമിഷവും മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം ധൈര്യം തന്നു. ഏതവസ്ഥയിലും കർത്താവിൻ്റെ കരം നമ്മളെ പിടിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ, ഓരോ കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ, ഓരോ പ്രതികൂലങ്ങളും കടന്നു വരുമ്പോഴാണ് ദൈവത്തെ നമ്മൾ കൂടുതലായി രുചിച്ചറിയുന്നത്. കഷ്ടതകളിൽ നമ്മളെ തകർക്കുവാനല്ല, അത് നമ്മളെ പണിയുന്നതും നമ്മളെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവം ഓരോ കഷ്ടതകൾ തരുമ്പോഴും ദൈവവചനത്തിൽ നമുക്ക് ഉറയ്ക്കാം. ആ വചനത്തിൽ നമുക്ക് വേരൂന്നി വളരുവാൻ ഓരോ നിമിഷവും നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവസമാധാനത്തോടെ നമുക്ക് ഓരോ ദിവസവും മുന്നേറാം. ഏത് സാഹചര്യത്തിലും കർത്താവിൻ്റെ വചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാം. ഉറപ്പും ധൈര്യവുമുള്ളവരായി കർത്താവിൻ്റെ വരവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടാം. ഒരു മരിച്ച ദൈവത്തെ അല്ല നമ്മൾ വിളിക്കുന്നത്, ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവിനെ ആണ് നമ്മൾ വിളിക്കുന്നത്. നമ്മളെ ചേർപ്പാൻ വേഗം വരുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ വിളിക്കുന്നത്. അവനിൽ വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ ഓരോ നിമിഷവും ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഭയപ്പെടാതെ നാം പോയിടാം, ഇസ്രായേലിൻ ദൈവം കൂടെയുണ്ട്. അന്ധകാരമാമീ ലോകയാത്രയിൽ അനുദിനം അവൻ നമ്മെ നടത്തിയിടുന്നു. അന്ധകാരമാമീ ലോകയാത്രയിൽ അനുദിനം അവൻ നമ്മെ നടത്തിയിടുന്നു. തിരമാലകൾ വൻഭാരങ്ങളിലും നീ മാറാത്ത ദൈവമല്ലോ. തിരമാലകൾ വൻഭാരങ്ങളിലും നീ മാറാത്ത ദൈവമല്ലോ. കാറ്റ് ശാസിച്ച കാൽവരിനാഥൻ കാത്തു സൂക്ഷിച്ചിടുന്നു. കാറ്റ് ശാസിച്ച കാൽവരിനാഥൻ കാത്തു സൂക്ഷിച്ചിടുന്നു. ഭയപ്പെടാതെ നാം പോയിടാം, ഇസ്രായേലിൻ ദൈവം കൂടെയുണ്ട്. അന്ധകാരമാമീ ലോകയാത്രയിൽ അനുദിനം അവൻ നമ്മെ നടത്തിയിടുന്നു. അന്ധകാരമാമീ ലോകയാത്രയിൽ അനുദിനം അവൻ നമ്മെ നടത്തിയിടുന്നു. ഭയപ്പെടാതെ നമുക്ക് പോകാം. ഇസ്രായേലിൻ്റെ ദൈവം നമ്മോട് കൂടെയുണ്ട്.